ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. അപ്പോൾ ഞാൻ ഇന്നൊരു മാർക്കറ്റിലേക്ക് പോവാണ്. ഇവിടെ ഡൽഹിയിലുള്ള ജൻപത്ത് എന്ന് പറഞ്ഞൊരു മാർക്കറ്റിൽ ഞാൻ മാത്രമാണ് പോകുന്നത്. ഏട്ടനും മോളും വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ മാത്രം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇന്ത്യ ഗേറ്റ്. നമ്മൾ ഈ വഴിയാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ജൻപത്ത് മാർക്കറ്റിൻ്റെ അവിടെ എത്തി. ഇതാണ് ജൻപത്ത് മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ ഫുട്പാത്തിലും ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ വേറൊരു ലോകം പോലെ തന്നെയാണ്. ഫുള്ള് ഡ്രസ്സുകളുണ്ട്, ഒരുപാട് ഡ്രസ്സുകളുണ്ട്. അതുപോലെ മാല, വള അതൊക്കെ വിൽക്കുന്ന ചെറിയ കടകൾ, എല്ലാം ചെറിയ ചെറിയ കടകളാണ്. പിന്നെ ബാഗുകളുണ്ട്, ഒരുപാട് ബാഗുകൾ വിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം നല്ലോണം അവർ പൈസ കുറച്ച് തരും. പക്ഷെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയണം. ഈ ഒരു ബാഗിനൊക്കെ 300-350 റേറ്റാണ്. ഈ ഒരു ഡ്രസ്സൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു വള കണ്ട നന്നായിട്ടില്ലേ, ബ്ലാക്ക് കളറിൽ വരുന്നത്, അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ അതിൻ്റെ തന്നെ വേറെ കളറിൽ വരുന്ന ഒരുപാട് ബാംഗിൾസ് ഉണ്ട് ഇവിടെ. അതുപോലെ വേറെ മോഡലും ഉണ്ട്. ഞാനിത് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ച് നിൽക്കുവാണ്. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഹെയർ ക്ലിപ്പുകളുണ്ട് ഇതേപോലെ. ഈ ഒരു ക്ലിപ്പൊക്കെ എനിക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഇത് ഹെയർ ബൺ സ്റ്റിക്ക്, അങ്ങനെ എന്തോ ഇതിന് പറയുന്നത്. ഇത് സ്റ്റീലിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ വുഡിൻ്റെയും ഉണ്ട്. ഇതിന് 100 രൂപയാണ്, അങ്ങനെ എത്രയോ അവർ പറഞ്ഞത്. ഞാൻ ഇതൊക്കെ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അതേപോലെ ജൂത്തീസ്, ഇതും നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേപോലത്തെ ഒരുപാട് മാലകളുണ്ട്. ഈ ഒരു മാലയൊക്കെ സാരീൻ്റെ കൂടെയൊക്കെ ഇടുവാണെങ്കിൽ നല്ല പൊള്ളി ലുക്കായിരിക്കും. വെറൈറ്റി മാലകളുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നറിയില്ല, പക്ഷെ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മാല ഞാൻ വാങ്ങിക്കണമെന്ന് വെച്ച് നിൽക്കുവാണ്. ഈ ഓരോ മാലയ്ക്കും 100 രൂപയാണ് അവർ പറഞ്ഞത്. ഞാൻ പിന്നെ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല. പിന്നെ ഈ ഒരു കമ്മൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിനൊക്കെ 100 രൂപയ്ക്ക് 2 എണ്ണം, ഒരെണ്ണത്തിന് 50 രൂപ. പിന്നെ ഈ ഒരു ഗണപതിൻ്റെ പ്രതിമ, പിന്നെ ഈ വേറെ ഏതോ ഒരു ഇതിൻ്റെ പ്രതിമ, അങ്ങനെ കുറേ ഉണ്ട്. ഇതെല്ലാം ചെറിയതാണ്. മൂങ്ങേൻ്റെ ഉണ്ട്, അതൊക്കെ ആനേൻ്റെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് ഇങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഫിക്സഡ് പ്രൈസാണ്, അപ്പോൾ ഇവിടെ ബാർഗെയിനിങ് പറ്റൂല. ഇവിടെ 400 രൂപയാണ് ചെറിയ ചെറിയ പ്രതിമകൾക്കൊക്കെ പറയുന്നത്. പിന്നെ ഇതേപോലെ ഹെയർ ക്ലിപ്പ്, ഇത് 100 രൂപയ്ക്ക് 3 എണ്ണം, 3 എണ്ണത്തിന് 100 രൂപ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 3 എണ്ണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു 3 എണ്ണം ഞാൻ വാങ്ങിക്കുവാണ്. നല്ല അടിപൊളിയാണ്. അത്ര വലിയ പൈസ ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ഒരു എന്താ പറയുക, ഈ ബ്ലാക്ക് കളറായിട്ടുള്ള ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ബുദ്ധനുണ്ട്, അതേപോലെ വിഷ്ണു ഉണ്ട്, പിന്നെ ആമ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി ഇവിടെ എൻഡിങ്ങിൽ ഞാൻ പുറത്തെത്തി. അപ്പോൾ അവിടെ ഇതേപോലെ കുറേ ബാഗുകളൊക്കെ വിൽക്കുന്നുണ്ട്. 300, 350 അങ്ങനെയൊക്കെയാണ് റേറ്റ് പറഞ്ഞത്. ഇങ്ങനെ മാലയൊക്കെ വെക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ. ഈ ഒരു മാല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ ഇത് വീഡിയോ എടുത്തത്. എന്തോ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത്. അതേപോലെ തന്നെ ഇവിടെ കുറേ വലിയ വലിയ കമ്മലുകളുണ്ട്, ഗണപതിൻ്റെയൊക്കെ മുഖമുള്ള കമ്മലുകൾ. പിന്നെ സാരീൻ്റെ കൂടെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയ വേറൊരു മാലയാണ് ഈ ഒരു ലോങ് ചെയിന് വരുന്ന ഈ ഒരു മാല. ഈ ഒരൊറ്റൊരു മാല ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. ഇതിനൊക്കെ 100 രൂപയാണ് ഇവർ പറയുന്നത്. ഈ ഒരു വള എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാംഗിൾസ് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിൽ. ഇതൊക്കെ നല്ല വലുപ്പമുണ്ട് നേരിട്ട് കാണാൻ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വെറുതെ ഒന്ന് നോക്കുന്നേ ഉള്ളൂ. ഈ ഒരു സ്ക്വയർ ആയിട്ടുള്ളത്, ബ്ലാക്ക് ഓഫ് വൈറ്റൊക്കെ വരുന്നത്, പിന്നെ ഭയങ്കര വലുപ്പമായിട്ട് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു വള. ഇതൊക്കെ ആൾക്കാർ എങ്ങനെ ഇടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര വലുപ്പമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ലുക്കായിരിക്കും, ഒരു മോഡേൺ ലുക്ക് വരും, നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഒരു ഡ്രസ്സൊക്കെ ഞാൻ നോക്കി, ഇത് ഞാൻ കോട്ടൺ എന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് പോളിസ്റ്ററാണ്. അതേപോലെ ഈ ഒരു മെറ്റീരിയൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു കളറ്. പക്ഷേ നല്ല പൈസയായി ഇതിന്. 1200 അവർ പറഞ്ഞത്. അവർ കുറച്ച് തരൂല എന്ന് പറഞ്ഞ്. പക്ഷെ 1200-ൻ്റെ ക്വാളിറ്റി ഒന്നും എനിക്ക് ആ ഒരു മെറ്റീരിയൽ തോന്നിയിട്ടില്ല. ഞാൻ അത് വെറുതെ ഒന്ന് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. ഇവിടെ കുറേ ആംഗ്ലെറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ആംഗ്ലെറ്റ്സ് ആണ്. ഇവിടെ നൂല് പോലത്തതുണ്ട്, പിന്നെ തടിച്ചതുണ്ട്,
നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വെച്ചാൽ ചെറിയ ചെറിയ പ്രതിമകൾ, പിന്നെ വീട്ടിലൊക്കെ ഡെക്കറേഷന് വെക്കുന്ന ക്ലോക്ക് പോലത്തെ, അതേപോലെ ഈ ഒരു ചെറിയ ഈ ഒരു ആമ പോലത്തെ, ഇതിനൊക്കെ 150 രൂപ അതിൻ്റെ മേലെ കാണുന്നത്. ഗ്രീൻ കളറായിട്ടുള്ളത്, പിന്നെ നീല കളറ്, അതേപോലത്തെ. ഞാൻ പിന്നെ ഇവിടുന്ന് പൈസയൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിട്ടില്ല. ഇവിടെ വെച്ചാൽ ടോയ്സ്, പിന്നെ ഇങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു കടയിൽ കണ്ടത്. പിന്നെ ലബൂബ് കണ്ടത് ഒറിജിനൽ ആണോ എന്നറിയില്ല. പിന്നെ ഒരു ലബൂബ് കണ്ടു. പിന്നെ ഞാൻ ഇവിടുന്ന് നേരെ ഒരു കമ്മലൊക്കെ വെക്കുന്ന കടയിലേക്ക് കയറി. ഇവിടെ വെച്ചാൽ ഇത് 100 രൂപക്ക് 2 എണ്ണം എന്നാണ് പറഞ്ഞത് അവർ. അപ്പം ഞാനൊരു 2 കമ്മലെടുത്തു. പിന്നെ ഞാൻ നേരെ പുറത്തേക്കാണ് പോയത്. പുറത്ത് ഫുട്പാത്തിലുള്ള കടകളാണ് ഇതൊക്കെ. ഇവിടെ ഫോണിൻ്റെ ബാക്ക് കവറ്, പിന്നെ ഈ ഒരു വള എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വെച്ചാൽ നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ആരെയിട്ട് അടിക്കുകയും ചെയ്യാം, നമുക്ക് കയ്യിലൂടാം. ഈ ഒരു സ്ക്വയർ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. ഇത് ഞാൻ വാങ്ങിക്കാൻ പോവാന്ന്. ഇടുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് ആ ഒരു ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് അത് വാങ്ങിക്കുകയാണ്. അതുപോലെ വെറൈറ്റി കമ്മലുകളുണ്ട് ഇവിടെ. പിന്നെ മാല, വലിയ വലിയ മാലകൾ, അതേപോലെ പാമ്പിൻ്റെയൊക്കെ ഷേപ്പുള്ള മാലകളാണ് ഞാനിവിടെ കണ്ടത്. ഞാനിപ്പോൾ പുറത്തിറങ്ങി ഫുട്പാത്തിലേക്കൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇവിടെ ഒരുപാട് കടകളുണ്ട്, എല്ലാം സെയിം തന്നെ. കമ്മൽ, മാല, വള, ഇതൊക്കെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇത് പിന്നെ 2 മയിൽ ഒരുമിച്ച് നിന്നിട്ടുള്ള ഈ ഒരു ടൈപ്പ് കമ്മൽ, ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഇങ്ങനെ വെറുതെ ഇതൊക്കെ നോക്കി വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുവാണ്. ഇത് കണ്ട ഫ്രണ്ട്സ്, ചെരുപ്പ് കടേൻ്റെ മുന്നിൽ വലിയൊരു ചെരുപ്പ് ഇതേപോലെ ഷോക്ക് വെച്ചത് എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. ഊബർ ബുക്ക് ചെയ്യണം, ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കണം. അപ്പോൾ ഞാൻ ഊബർ ബുക്ക് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ഊബർ ബുക്ക് ചെയ്തു. ഓട്ടോ ആണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ വണ്ടിയിൽ കയറിയതും ഭയങ്കര ട്രാഫിക് ജാം. ഇപ്പോൾ ഏകദേശം സമയം 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി വേഗം വീട്ടിലെത്തിയിട്ട് കാണാം. ഞാൻ പോയിട്ട് വന്നു. അപ്പോൾ ഞാനിനി എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. അധികമൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ആദ്യം സാനൂൻ എന്നാ വാങ്ങിയത് കാണിച്ചു തരാം. ഈ ഒരു പാൻറ്, ഇതിൻ്റെ തന്നെ ടോപ്പ്, ഇത് ഇങ്ങനെ പാൻറ് ടോപ്പ് ഇങ്ങനെ വരുന്നത്. ഇത് വാങ്ങിച്ചു. ഇത് ഇഷ്ടപ്പെട്ട ഇവക്ക് ഈ കളർ ഇഷ്ടാന്ന് പറഞ്ഞോണ്ട് ഇത് തന്നെ ഞാൻ നോക്കിട്ട് വാങ്ങിച്ചത്. ഇതിന്റെ വേറെ 1-2 നിനക്ക് ഈ കളർ ഇഷ്ടാന്ന് നീ ആദ്യം പറഞ്ഞില്ലേ, മജന്ത. അതുകൊണ്ട് പിന്നെ അത് നോക്കിട്ട് വാങ്ങിച്ചു. പിന്നെ ഏട്ടന് വാങ്ങിച്ചത്, ഇവളുടെ അച്ഛന് വാങ്ങിച്ചത് ഈ ഒരു ബനിയൻ. ഇത് ഇതിൽ ക്യാമറയിൽ വീഡിയോയിൽ കാണുമ്പം എന്തോ ഒരു കളറ്, പക്ഷെ ഇത് നല്ല ഗ്രീൻ കളറായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബനിയൻ കളറ് മാറ്റും. ഈ ഒരു ബനിയനാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ അപ്പൊ ഞാൻ എനക്ക് വാങ്ങിച്ചത് ഈ ഒരു ബനിയൻ. ഈ ഒരു ബനിയൻ ബ്ലാക്ക്, ഈ ഒരു ബനിയൻ വാങ്ങിച്ചു. അതേപോലെ ഈ ഒരു ഇതിൽ ഓവർ സൈസ് വന്നിട്ടുള്ളത്. ഈ ഒരു ബനിയൻ ഇതിന് നീളം കുറവാണ്. ഈ ബ്ലാക്കിന് നീളം കുറഞ്ഞ ഷോർട്ട് ആയിട്ടുള്ളത്. സാധാരണ അത്യാവശ്യം നല്ല നാളുള്ളത്. എന്റെ ഫ്രണ്ട് സ്കൂളിൽ പഠിക്കുന്ന സാനുവിന് ഒരു കീച്ചേൻ ഉണ്ട്, മിക്കി മൗസിന്റെ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു പാന്റ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയായത്. ഈ ഒരു പാന്റ് ഇത്ര ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഡ്രസ്സ് ഞാൻ ഇത്രയാണ് വാങ്ങിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും വാങ്ങിച്ച പൈസനെ കൊണ്ട് ഞാൻ ഇത്രയും എനക്ക് വാങ്ങിച്ചത്. ഇവളുടെ അത്യാവശ്യം നല്ല പൈസയുണ്ട്. ഇതിനൊരു 500 രൂപയുണ്ട് ഇതിന്. അതേപോലെ ഇതിനും ഏകദേശം നല്ല പൈസയുണ്ട്. എൻ്റെ പിന്നെ 200 വെച്ചിട്ടുള്ള പൈസയായിരുന്നു. പിന്നെ ഞാനൊരു ബാഗ് വാങ്ങിച്ചു. ബാഗ് വാങ്ങിച്ചു. ഈ ഒരു ചെറിയ ഒരു ഇത്
ഈ ഒരു ബാഗ് വാങ്ങിച്ചു. ബുക്ക് വായിക്കട്ടെ. ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് 2 കളർ ഉണ്ടായിട്ടു, ബ്ലാക്കും ഈ ഒരു ബ്രൗൺ. ബ്ലാക്കിനെക്കാട്ടിലും എനിക്ക് ഭംഗി ഇതിനാ തോന്നിയത്. ഇത് ഞാൻ വാങ്ങിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഇവള് ബാക്കി കാര്യങ്ങളെല്ലാം ഇവള് ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം 3 ക്ലിപ്പ്. ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. 3 100 രൂപ. 100 രൂപക്ക് 3 ക്ലിപ്പ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ആദ്യോഗിയുടെ ഇത് ശരിക്കും വാങ്ങിക്കണം എന്ന് വെച്ചിട്ട് നിന്നതല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ പൈസ ചോദിച്ചു. ഇതിന്റെ കുറെ പ്രതിമ വലിയതും ചെറുതും ഇതൊക്കെ അവിടെ വെച്ചിട്ട്. അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുമ്പോ അവരെ ചോദിച്ചു. അപ്പോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അത്ര പൈസ ചോദിച്ചു ആദ്യം. അപ്പൊ അവര് പറഞ്ഞു 350. എനിക്ക് വേണ്ടാന്ന്. പിന്നെ അവര് 300 പറഞ്ഞു. പിന്നെ അവര് 200 പറഞ്ഞു, 250 പറഞ്ഞു, 200 പറഞ്ഞു. ലാസ്റ്റ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോ അവര് വെച്ച് നിങ്ങൾ എത്ര തരും? ഞാൻ വാങ്ങിക്കുന്നില്ല, എനിക്ക് വേണ്ടാന്ന്. ലാസ്റ്റ് അവര് പറഞ്ഞു 50 രൂപ. അങ്ങനെ നിർബന്ധിച്ച് വാങ്ങിച്ചതാണ് ഇത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത് സാധനവും 2 കമ്മല്. ഈ ഒരു കമ്മല്, ഈ ഒരു കമ്മല്, 2 കമ്മല്. ഇത് 2 എണ്ണത്തിന് 100 രൂപ. അതേപോലെ പിന്നെ ഞാൻ ഈ ഒരു വള വാങ്ങിച്ചു. അത് ഞാൻ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാ. പക്ഷെ ഇടുവോ ഇല്ലയോ ഒന്നും അറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഈ ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിച്ചു. ഇഷ്ടപ്പെട്ട് ഞാൻ പിന്നെ ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉപയോഗിക്കും. 2 എണ്ണത്തിനും. പിന്നെ ഇത് ആംഗ്ലറ്റ് പാദസരം. അപ്പൊ ഇത് എന്റെ കസിന് വേണ്ടിട്ടാ. അവള് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. ഗ്രീൻ കളർ അടിപൊളി. പിന്നെ ഞാൻ വേറെ വീണ്ടും 2 കമ്മല് വാങ്ങിച്ചു. ഇത് 2 എണ്ണത്തിന് 100 രൂപ. 100 രൂപക്ക് 2 എണ്ണം. ഇതൊരു ബ്ലൂ കളറാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ ഇത് ഈ ഒരു കളർ. 2 കമ്മല് 100 രൂപക്ക്. പിന്നെ അത് ഞാൻ ഇവിടുന്ന് ജനപത്തുനിന്ന് വാങ്ങിച്ചതല്ല, അത് ഞാൻ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചത്. അതിന്റെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് 10 രൂപ. ഇത് ഞാൻ വേറെ എവിടെ വാങ്ങിച്ചതാ. 10 രൂപ. ഇത് അതിന്റെ കൂടെ 10 രൂപയാണ്. ഇത് 2 10 രൂപ. പിന്നെ ഞാനൊരു മാല വാങ്ങിച്ചു. ഈ സാരീന്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി നല്ല മാല വാങ്ങിച്ചു. അപ്പൊ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. ഇത്രയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ ബൈ. കുറെ കമന്റ്സും ചെയ്യണം, അതും മറന്നുപോലെ. ഓക്കെ, ബൈ.